എല്ലാ കൂട്ടുകാർക്കും PSC അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10 ചാപ്റ്റർ സോഷ്യൽ സയൻസ് ക്ലാസ് 6 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ സ്വരുക്കൂട്ടാം കരുതി വയ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സ്വരുക്കൂട്ടാം കരുതി വയ്ക്കാം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇഷ്ടമാണ് അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. സ്വരുക്കൂട്ടാം കരുതി വയ്ക്കാം. ഒരു ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ആദ്യമായിട്ടൊരു സംഭാഷണമാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷത്തിലാണല്ലോ. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? ടീച്ചർ, ഞാൻ എടുത്തു. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് എടുക്കണം കേട്ടോ. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. എന്തിനെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനെക്കുറിച്ച്. നിങ്ങൾക്കെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ബാങ്കിനെക്കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. എന്താണ് ബാങ്ക്? നമുക്കിവിടെ മുതലേ പഠിക്കാനുള്ളൂ. പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അടുത്ത പേജിൽ ഇന്നത്തെ രീതിയിലുള്ള ബാങ്കുകൾ രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ബാങ്കുകൾ രൂപം കൊള്ളുന്നത്: മിച്ചം വന്ന പണം വ്യക്തികൾ ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് പ്രാദേശികമായി പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ആവിർഭാവത്തിന് കാരണമായി. അതായത് ഒരു നാട്ടിൽ കുറച്ചധികം പണം മറ്റു ആളുകളുടെ കയ്യിൽ വരുമ്പോൾ ആ ആളുകൾ എന്ത് ചെയ്യുന്നു? ആവശ്യക്കാർക്ക് അത് കടം നൽകുന്നു. പ്രാദേശികമായി തന്നെ ആവശ്യക്കാർക്ക് എന്ത് നൽകുന്നു? കടമായിട്ട്, വായ്പയായിട്ട് നൽകാൻ തുടങ്ങുന്നു. അങ്ങനെ എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആ വ്യക്തികളുടെ എന്തായിട്ട് വരുന്നു? ലോക്കൽ മണി ലെൻഡേഴ്സ്. അങ്ങനെയുള്ള വ്യക്തികൾ രൂപപ്പെടാൻ കാരണമായി. സമൂഹത്തിലെ പ്രാദേശികമായ തലത്തിൽ രൂപപ്പെടാൻ കാരണമായി. ലോക്കൽ മണി ലെൻഡേഴ്സ് എന്നാണ് അവർ പറയുന്നത്. എന്താണ്? പ്രാദേശികമായി പണമിടപാട് നടത്തുന്ന വ്യക്തികൾ. വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പണമിടപാട് നടത്തിയിരുന്നവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ പണം നൽകുന്നവർക്ക് കൂടുതൽ പണം നൽകുന്നതിന് വേണ്ടി അപ്പോൾ കൂടുതൽ പണം അവർക്ക് കണ്ടെത്തേണ്ടി വന്നു. ഇതിനായി അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് പണമിടപാട് സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ കൂടുതൽ പണം കണ്ടെത്തുമ്പോൾ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരിൽ നിന്ന് അത് വാങ്ങും. മറ്റുള്ളവരിൽ നിന്ന് ഈ വായ്പ കൊടുക്കുന്നവരെന്ത് ചെയ്യും? വാങ്ങി നിക്ഷേപമായിട്ട് സ്വീകരിക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ. എന്നിട്ട് അതെന്ത് ചെയ്യും? വായ്പയായിട്ട് മറ്റുള്ളവർക്ക്, ആവശ്യക്കാർക്ക് വായ്പയായിട്ട് നൽകും. അപ്പോൾ എന്താണ്? അങ്ങനെ വന്നപ്പോഴാണ് ഇതൊരു പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് മാറാൻ തുടങ്ങിയത്. വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷി, വിശ്വാസ്യത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്ഥാപനങ്ങൾ ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകിയിരുന്നത്. എന്തെല്ലാം മാനദണ്ഡങ്ങളാ? ഒരു കരാറോ പേപ്പറോ ഒന്നും എഴുതിയിട്ടല്ല. എന്താണ്? വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് നോക്കും. പിന്നെ ഒരു വിശ്വാസം. അതിൻ്റെ പുറത്താണ് അവരെന്ത് ചെയ്യുന്നത്? വായ്പയായിട്ട് പൈസ നൽകിയിരുന്നത്. നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വ്യക്തികൾക്ക് ഈ പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ കൂടുതലായപ്പോൾ കൂടുതൽ വായ്പ നൽകുന്നു, നിക്ഷേപങ്ങൾ കൂടുതൽ തുക സ്വീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ വന്നപ്പോൾ അതെന്തായി പറ്റി? സ്വയമായിട്ട് ഒരു വ്യക്തിക്ക് അത് ഡീൽ ചെയ്യാൻ സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളായി. അതുകൊണ്ട് എന്താണ്? ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദയത്തിലേക്ക് വഴിതിരിച്ചു. അങ്ങനെയാണ് ബാങ്ക് പോലെയുള്ള
പണമിടപാട് സ്ഥാപനങ്ങൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു പ്രാദേശികമായ തലത്തിൽ കുറച്ച് കൂടുതൽ പണമുള്ള ആൾ എന്ത് ചെയ്യുന്നു, വായ്പ ആവശ്യക്കാർക്ക് കുറച്ച് നിബന്ധനകളോടെ കുറച്ച് കൂടുതൽ പണം തിരിച്ചു കിട്ടുന്ന രീതിയിൽ, അതായത് പലിശ എന്ന രീതിയിൽ പണം വായ്പ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ കൂടുതൽ പൈസ വായ്പ കൊടുക്കേണ്ടി വന്നപ്പോൾ ഇവർക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വെക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പണത്തിൻ്റെ അളവ് കൂടുതൽ വന്നപ്പോൾ ഒരു വ്യക്തിയിലേക്ക് മാറാതെ പല ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക്, പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് ഫോം ചെയ്യാൻ തുടങ്ങി. അതിൽ നിൽക്കാതെ വരുമ്പോഴാണ് എന്ത്, പണമിടപാട് സ്ഥാപനം, ബാങ്ക് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഇത് വഴിതെളിക്കുന്നത്. ഇനി എന്താണ് പണം? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണമെന്ന് വിളിക്കാം. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരം സ്വീകരിക്കുന്നത് എന്തിനേയും പണം എന്ന് വിളിക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് എന്താണോ അതാണ് പണം എന്ന് പറയുന്നത്. എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് എന്തോ അതാണ് പണം എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഓർത്തിരിക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും എന്തെന്ന് വിളിക്കാം? പണം എന്ന് വിളിക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. SCERT ഫാക്ട്സ് ആണ്, അപ്പോൾ ശ്രദ്ധിക്കുക. വളരെ ചെറിയ പോയിൻ്റാണെന്ന്, പെട്ടെന്ന് വായിച്ചു വിടേണ്ട പോയിൻ്റാണെന്ന് ഓർത്താലും അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കയറി വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ പണത്തിന് പകരം അവർ വേറെ എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ ചിലപ്പോൾ SCERT വായിക്കാത്തവർക്ക് അത് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. എന്താണ് പണം? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കുന്നത് എന്തിനേയും പൊതുവെ എന്തെന്ന് വിളിക്കാം? പണമെന്ന് വിളിക്കാം. സാധനങ്ങളും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നതിനെയാണ് പണമെന്ന് പറയുന്നത്. എന്താണ് ബാങ്ക്? ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. 2 വാക്കുകളുടെയും അർത്ഥം ബഞ്ച് എന്നാണ്. 2 വാക്കുകളുടെ, അതായത് ഇറ്റാലിയൻ ഭാഷയായ ബാങ്ക എന്ന വാക്കിൽ നിന്നും ഫ്രഞ്ച് ഭാഷയായ ബാങ്ക് എന്ന വാക്കിൽ നിന്നുമാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയായ BANK ബാങ്ക് എന്ന് പറയുന്ന ഭാഷ ഉണ്ടാകുന്നത്, ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാകുന്നത്. ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ ഈ 2 വാക്കിൻ്റെയും അർത്ഥം എന്ത് തന്നെയാണ്? ബഞ്ച് എന്നാണ്, ബഞ്ച്. അപ്പോൾ എന്താണ്? ഇറ്റാലിയൻ ഭാഷയായ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക്, ഈ 2 പദങ്ങളിൽ നിന്നുമാണ് ബാങ്ക്, ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് BANK എന്ന് പറയുന്ന വേർഡ് ഉണ്ടാകുന്നത്. ഈ 2 ഭാഷയുടെയും അർത്ഥം എന്ന് പറഞ്ഞാൽ ബഞ്ച് എന്നാണ്. എന്താണെന്ന് നോക്കാം. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയുമൊക്കെ ഈടായി സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു. അതായത് സ്വർണം ഈടായിട്ട് മേടിച്ചിട്ട് പണം കടം കൊടുക്കുന്നു, വെള്ളി ഈടായിട്ട് വാങ്ങിയിട്ട് പണം കടം കൊടുക്കുന്നു. നാണയങ്ങൾ നിരത്തി വെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് ഇവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ബഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥമായ ബാങ്ക എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ബാങ്ക് എന്ന പദം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ്? ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക എന്ന വാക്കിൻ്റെ അർത്ഥം ബഞ്ച് എന്നാണ്. ബഞ്ച് എന്ന് പറയുന്നത് അത് എന്തിൽ നിന്ന് ഫോം ചെയ്തതാണ്? ഈ ഇടപാടുകാർ ഈ പൈസയൊക്കെ നിരത്തി വെച്ച, നാണയങ്ങൾ നിരത്തി വെച്ച ബെഞ്ചുകളിൽ ഇരുന്ന് കൊണ്ടാണ് കച്ചവടം നടത്തിയിരുന്നത്, ഈ ഇടപാടുകൾ നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ബഞ്ച് എന്ന അർത്ഥം വരുന്ന വാക്ക് ബാങ്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ബാങ്കുകളായി വന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, പ്രാദേശികമായ പണമിടപാട് സ്ഥാപനങ്ങൾ ഫോം ചെയ്യുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അത് ബാങ്കുകളായി വളർന്നപ്പോൾ എന്തെല്ലാം മാറ്റം ഉണ്ടായി? കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി. അപ്പോൾ കൂടുതൽ പണം നമുക്ക് ബാങ്കുകളിൽ വെക്കാൻ സാധിക്കുന്നു, നിക്ഷേപമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി. ചൂഷണത്തിൻ്റെ അളവ് കുറഞ്ഞു. ആ ചൂഷണത്തിൻ്റെ അളവ്, അതായത് മോഷണം പോലെയുള്ള, വീടുകളിൽ ഒരു വ്യക്തിയിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് പോലെയല്ല ബാങ്കിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ അതായത് ചൂഷണത്തിൻ്റെ അളവ് കുറഞ്ഞു. ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിച്ചു. ജനങ്ങളിൽ എന്തായി? ബാങ്കൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിച്ചു.
കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി എന്ന് പറയുന്നത് പോലെ കൂടുതൽ തുക വായ്പയായിട്ട് ലഭിച്ചു തുടങ്ങി, കൂടുതൽ തുക വായ്പയായിട്ട് ലഭിച്ചു തുടങ്ങിയെന്നും നമുക്കൊരു മാറ്റമായിട്ട് പറയാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടു കൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഏതാ വർഷം? 1770. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ആദ്യത്തെ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് അത് കഴിഞ്ഞ് 1770 കഴിഞ്ഞ് 1899 ആകുമ്പോഴാണ് കേരളത്തിലൊരു ബാങ്ക് വരുന്നത്. 1899 എവിടെയാണ്? കോഴിക്കോട് ആസ്ഥാനമായി നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. 1899 കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ്. 1899 കോഴിക്കോട് ആസ്ഥാനമായി നെടുങ്ങാടി ബാങ്ക്. വർഷം ഓർത്തിരിക്കുക, 1899. ആരാണ് സ്ഥാപിച്ചത്? അപ്പു നെടുങ്ങാടി. ആരാണ് നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത്? ഒരു സ്വകാര്യ ബാങ്കായിരുന്നു. അപ്പു നെടുങ്ങാടിയാണ് ആ ബാങ്ക് സ്ഥാപിക്കുന്നത്. 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഏതാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. എന്നാണ് സ്ഥാപിച്ചത്? വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. പലർക്കും മാറിപ്പോവും, ഡൽഹി എന്നൊക്കെ എഴുതുന്നവരുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിച്ചു. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആസ്ഥാനം മുംബൈ. ഇനി എന്തെല്ലാമാണ് പ്രധാന ധർമ്മങ്ങൾ? വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ UP എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് തോന്നുന്നു. ഏതോ ഒരു പോയിൻ്റ് കൂടെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ട് ഇതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളിൽ പെടുന്നത്: 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു. വായ്പ നിയന്ത്രിക്കുന്നു. എല്ലാ ബാങ്കുകളിലെയും വായ്പ നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു റിസർവ് ബാങ്ക്. വായ്പയെ നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കാണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കാണ്. അപ്പോൾ ഈ 4 പോയിന്റ് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒപ്പം മറ്റൊരു പോയിന്റ്, നമുക്ക് അത്ര തെറ്റല്ല എന്ന് തോന്നുന്ന മറ്റേതെങ്കിലും ഒരു പോയിന്റും കൂടെ ഇട്ട് തന്നാൽ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 പോയിന്റുകൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു. വായ്പ നിയന്ത്രിക്കുന്നു. ബാങ്കുകളുടെ ബാങ്കാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. ഇവിടെ അതിനെക്കുറിച്ച് ഒരു വായനക്കാർഡ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പേര്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935. ഇതിൻ്റെ ധർമ്മങ്ങൾ, ഈ 4 ധർമ്മങ്ങൾ. അതൊരു വർക്ക് കൊടുത്തിരിക്കുന്നതാണ് കുട്ടികൾക്ക്. ബാങ്കുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. 2 പേര് സംസാരിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. വസ്തു വിറ്റു കിട്ടിയ 5 ലക്ഷം രൂപ കയ്യിലുണ്ട്. അടുത്ത വർഷം മകളുടെ ഉന്നത പഠനത്തിനായി ഈ തുക വേണ്ടിവരും. അതുവരെ ഈ പണത്തിൽ നിന്നും വരുമാനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ: ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീടിന് 12 ലക്ഷം രൂപയാകും. എൻ്റെ കൈവശം 5 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി 7 ലക്ഷം രൂപ കടമായി വാങ്ങാം. 15 വർഷത്തിനകം തവണകളായി തിരികെ നൽകുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 സാഹചര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
രണ്ട് വ്യക്തികളുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ഈ ആൾ പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അത് നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന മാർഗം, അതാണ് പുള്ളി പറയുന്നത്. ഇവരെങ്ങനെയാണ് പറയുന്നത്? കുറച്ച് പൈസ കടമായി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? വീട് വാങ്ങാൻ സാധിക്കും. കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ കുറച്ച് പൈസയും കൂടെ വായ്പയായിട്ട് കിട്ടുകയാണെങ്കിൽ വീട് വാങ്ങാം. അതെന്ത് ചെയ്യാൻ പറ്റും? തിരികെ പതുക്കെ തവണകളായിട്ട് അടച്ചു തീർക്കാനും സാധിക്കുമെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇവരുടെ ആവശ്യം, ഒരാൾക്ക് പൈസ നിക്ഷേപിക്കണം, അതിൽ നിന്ന് വരുമാനം ലഭിക്കണം, ഒരാൾക്ക് പൈസ വായ്പയായി കിട്ടണം. അതാണ് ഇവരുടെ ആവശ്യം. വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതാണ് എവിടെ? ബാങ്കുകൾ. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി എന്തെല്ലാം നിക്ഷേപങ്ങളും നോക്കാം. എങ്ങനെയൊക്കെയാണ് ബാങ്കിൽ കാര്യങ്ങൾ നടക്കുന്നത്, എങ്ങനെയാണ് ബാങ്കിൽ പ്രവർത്തനം നടക്കുന്നതെന്നാണ് ഇവിടെ ഈ പറയുന്നത്. ഒന്ന് നോക്കിയേ. നിക്ഷേപകർ, അതായത് ഒരാൾ നിക്ഷേപിക്കാനും റെഡിയാണ്, മറ്റൊരാൾക്ക് വായ്പ കിട്ടാനും വായ്പ മേടിക്കാനും റെഡിയായിട്ട് നിൽക്കുന്ന ഒരാൾ. ഇപ്പം നമ്മൾ ആ മുകളിൽ പറഞ്ഞ ചിത്രങ്ങൾ പോലെ. അപ്പോൾ നോക്കിയേ, നിക്ഷേപകർ എന്താ ചെയ്യുന്നത്? നിക്ഷേപകർ ആരെല്ലാം ആകാം? വ്യക്തികളാകാം, സ്ഥാപനങ്ങളാകാം, സർക്കാരുമാകാം. മനസ്സിലായ? ഇവരെല്ലാവരും നിക്ഷേപകരാണ്. ഒരു വ്യക്തികളാകാം, അല്ല സ്ഥാപനങ്ങളാകാം, നമ്മുടെ സർക്കാരാകാം എന്ത് നിക്ഷേപകർ എന്ന് പറയുന്നത്. ഇവർ നിക്ഷേപിക്കാൻ റെഡിയാകിയിരിക്കുമ്പോൾ ഈ നിക്ഷേപം സ്വീകരിക്കുന്നത് ആരാണ്? നിക്ഷേപം സ്വീകരിക്കുന്നത് ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ നിക്ഷേപങ്ങൾ പലിശയോടുകൂടി തിരിച്ചു നൽകുന്നു. ബാങ്ക് നിക്ഷേപങ്ങൾ എന്ത് ചെയ്യുന്നു? പലിശയോടുകൂടി തിരിച്ചു നൽകുന്നു. അപ്പം നിക്ഷേപിക്കുന്നവർക്ക് വരുമാനം ലഭിക്കുന്നു. മനസ്സിലായോ? വെറുതെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതല്ല, അവർക്ക് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത്. എങ്ങനെയാണ് വരുമാനം ലഭിക്കുന്നത്? ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ, ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? പലിശയോടുകൂടി ബാങ്ക് ഈ പൈസ എന്ത് ചെയ്യുന്നു? നിക്ഷേപിച്ച തുക പലിശ സഹിതം തിരിച്ചു നൽകുന്നു. ഇനി അതെങ്ങനെയാണ് ബാങ്ക് പലിശ സഹിതം തിരിച്ചു നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വായ്പ സ്വീകരിക്കുന്നവർ. അപ്പോൾ വായ്പ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ് ആര്? വ്യക്തികളാകാം, സ്ഥാപനങ്ങളാകാം, സർക്കാർ തന്നെയാകാം. എന്താണ്? വായ്പ സ്വീകരിക്കുന്നവരാണ് വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും. വ്യക്തികൾ വായ്പ സ്വീകരിക്കുകയാണെന്ന് വിചാരിക്കുക. വായ്പ നൽകുന്നത് ആരാണ്? വായ്പ എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത്? ബാങ്കിൽ നിന്ന് വായ്പ സ്വീകരിക്കും, അല്ലേ? അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യുകയാണ്? വായ്പ നൽകുകയാണ്. ഈ വായ്പ നൽകുമ്പോൾ കിട്ടിയ പൈസ എന്താ ചെയ്യേണ്ടത്? അവർ വായ്പകൾ എന്ത് ചെയ്യണം? പലിശയോടുകൂടി തിരിച്ചടയ്ക്കണം. പലിശ സഹിതം അവരെന്ത് ചെയ്യണം? ബാങ്കിന് തിരിച്ചടയ്ക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഇവിടെ എന്താ നടക്കുന്നത്? വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ നിക്ഷേപങ്ങൾ ഇവിടെ ബാങ്കിലോട്ട് കൊണ്ടുവന്നിടുന്നു. ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപം ഇടുന്നു. ആ കിട്ടിയ പൈസ ആവശ്യക്കാർക്ക്, വായ്പ വാങ്ങാൻ നിൽക്കുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ സർക്കാരിനോ ആര് നൽകുന്നു? ബാങ്കുകാർ നൽകുന്നു. അപ്പോൾ ആ വായ്പ കൊടുത്തവരെന്ത് ചെയ്യണം? പലിശ നൽകണം. പലിശ തവണകളായിട്ട് പലിശയും ഇങ്ങനെ നൽകി എത്ര വർഷം കൊണ്ടോ, എത്രയാണോ കാലാവധി പറയുന്നത് അത്ര വർഷം കൊണ്ട് ആ തുക മുഴുവനും തിരിച്ചടയ്ക്കണം, അല്ലേ? അങ്ങനെ പലിശയോടുകൂടി തിരിച്ചടയ്ക്കുന്നു. അങ്ങനെ തിരിച്ചടയ്ക്കുന്ന തുക ബാങ്കുകാരെന്ത് ചെയ്യുന്നു? ആദ്യം നിക്ഷേപിച്ച വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, സർക്കാരിന് പലിശയോടുകൂടി തിരിച്ചു നൽകുന്നു. മനസ്സിലായോ? ഇതാണ് ബാങ്കിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ഇവിടെ പറഞ്ഞത് ബാങ്കുകൾ നിക്ഷേപം സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. ബാങ്കിങ് വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ ആണ് ബാങ്കർ എന്ന് പറയുന്നത്. ആരാണ് ബാങ്കർ എന്ന് പറഞ്ഞാൽ? ആ ബാങ്കിങ് വ്യവസായം, അതായത് ഇപ്പോൾ ഈ നടത്തുന്ന പ്രോസസ്സ് അത് നടത്തുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ബാങ്കറോ ആകാം, എന്താണ് ഒരു സ്ഥാപനമോ ആകാം, എന്തെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനമോ ആകാം ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ അവരെയാണ് എന്തെന്ന് പറയുന്നത്? ബാങ്കർ എന്ന് പറയുന്നത്. ബാങ്കർ എന്ന് പറയുന്നത് അവരെയാണ്, ഇത് നടത്തുന്നവർ. ഇനി നോക്കിയേ, ബാങ്കുകൾ നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളാണ്. ഒരു പ്രസ്താവനയാണ് കേട്ടോ. ബാങ്കുകൾ എന്ന് പറയുന്നത് എന്താണ്? നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളാണ്. ശരിയല്ലേ? നിക്ഷേപിക്കുന്നു,
അവർക്ക് എന്ത് ചെയ്യുന്നു, ആ നിക്ഷേപം വാങ്ങിയിട്ട് ആവശ്യക്കാർക്ക് നൽകുന്നു, അവരിൽ നിന്ന് പലിശ വാങ്ങുന്നു, പലിശ വാങ്ങിയിട്ട് നിക്ഷേപകർക്ക് തിരിച്ചു നൽകുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പം മധ്യവർത്തികളാണെന്ന് നമുക്ക് പറയാം. ഇനി പരസ്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പരസ്യങ്ങളിൽ പൊതുവായി പരാമർശിച്ചിരിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? ഇവിടെ നോക്കി, പലിശയെക്കുറിച്ചാണ് അല്ലേ. സ്ഥിര നിക്ഷേപം പലിശ 7.5%, ഹൗസിംഗ് ലോണ് പലിശ 12%. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പലിശയെക്കുറിച്ചാണ് പറയുന്നത്. പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്നതുമായ തുകയാണ് എന്ത്? പലിശ. പലിശ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ട പൈസയാണ് എന്തെന്ന് പറയുന്നത്? പലിശ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാൾ നിക്ഷേപിക്കുമ്പോൾ അധികമായി ലഭിക്കുന്ന തുകയാണ് എന്തെന്ന് പറയുന്നത്? പലിശ എന്ന് പറയുന്നത്. നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. നിക്ഷേപിച്ചാലും പലിശയുണ്ട്, വായ്പ നൽകിയാലും പലിശയുണ്ട്. വായ്പ എടുക്കുന്നവരിൽ നിന്ന് ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായി ഈടാക്കുന്നു. ഇതിൽ നിന്നാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. എന്തിനൊക്കെ പലിശ? വായ്പ നൽകിയവരിൽ നിന്നും പലിശ വാങ്ങുന്നത് എന്തിനെല്ലാണ്? ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്താനും കൂടി വേണ്ടിയാണ് കേട്ടോ. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുക, പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുക. ഇതിന് രണ്ടിനും വേണ്ടി എന്താണ്? വായ്പ സ്വീകരിച്ചവരിൽ നിന്നും പലിശ ഈടാക്കുന്നു. അക്കൗണ്ട് തുടങ്ങാം. പെട്ടെന്നൊന്ന് വായിക്കാം. ഇവിടെ നോക്കാം. റിയയുടെ അനുഭവമാണ്. എനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായി അമ്മയോടൊപ്പമാണ് ഞാൻ ബാങ്കിലേക്ക് പോയത്. എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിൻ്റെ കോപ്പിയും മറ്റ് രേഖകളും അമ്മ കയ്യിൽ കരുതിയിരുന്നു. അക്കൗണ്ട് തുടങ്ങാനുള്ള ഫോറം പൂരിപ്പിച്ച് ഞാൻ അതിൽ ഒപ്പിട്ടു. പൂരിപ്പിച്ച അപേക്ഷയും കൈവശമുണ്ടായിരുന്ന രേഖകളും അമ്മ കൗണ്ടറിൽ ഏൽപ്പിച്ചു. എന്തെല്ലാം രേഖകളാണ് ബാങ്കിൽ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാം ആയിരിക്കും? നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നൽകണം. പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി നൽകണം. പിന്നെ എന്താണ്? ഫോൺ നമ്പർ നൽകണം. എന്താണ് ബാങ്ക് അക്കൗണ്ട്? ബാങ്കും ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബാങ്കിൽ നിന്ന് ഇടപാടുകാർ, അതായത് നിക്ഷേപകരായിക്കോട്ടെ അല്ലെങ്കിൽ വായ്പ എടുക്കുന്നവരായിക്കോട്ടെ, എന്ത് ഇടപാട് നടത്തിയാലും അത് ഏത് വഴിയാണ്? ഒരു ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. അത് നടത്തുന്നതിനുള്ള ക്രമീകരണം എന്ത് വേണം? ഒരു ബാങ്ക് അക്കൗണ്ടായിട്ട് വേണം. ആ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ ബാങ്ക് വായ്പ എടുക്കുന്നതും നമ്മൾ നിക്ഷേപിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. പാസ്ബുക്ക് എന്താണെന്ന് നോക്കാം. ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക്. ബാങ്കും ഉപഭോക്താവും തമ്മിലെ സാമ്പത്തിക ഇടപാടുകളെല്ലാം രേഖപ്പെടുത്തുന്നത് ഏതിലാണ്? പാസ്ബുക്കിലാണ്. ഉടമയുടെ പേരുണ്ടാകും, വിലാസം ഉണ്ടാകും, അക്കൗണ്ടിൻ്റെ സ്വഭാവം ഉണ്ടാകും, അക്കൗണ്ട് നമ്പർ ഉണ്ടാകും, ബാങ്കിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങളെല്ലാം അതിലുണ്ടാകും. നമുക്കറിയാം, ബാങ്ക് പാസ്ബുക്കൊക്കെ കണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ അത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. എത്ര വയസ്സിന് മുകളിലാണ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. 10 വയസ്സിന് മുകളിലുള്ളവർക്ക്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സംയുക്ത അക്കൗണ്ടും എടുക്കാം. 10 വയസ്സിൽ താഴെയുള്ളവർക്കൊരു ജോയിൻ്റ് അക്കൗണ്ടാണ്, സംയുക്ത അക്കൗണ്ട് എടുക്കാം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായും ആരംഭിക്കാവുന്നതാണ്. എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ? എന്തൊക്കെയാണ്? വിവിധ ഗ്രാൻറ്റുകൾ ലഭിക്കും, സ്കോളർഷിപ്പ് ലഭിക്കും, കുട്ടികൾ സമ്പാദ്യശീലം, ഇപ്പോൾ ഈ സഞ്ചയിക പോലെയുള്ള സമ്പാദ്യശീലങ്ങൾ സ്കൂളുകളിൽ, അപ്പോൾ അതിനെല്ലാം എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക ചില കുട്ടികൾക്കൊക്കെ എന്തുണ്ടാവും? സർക്കാരിൻ്റെ വക സാമ്പത്തിക സഹായങ്ങളുണ്ടാകും. അപ്പോൾ അതെല്ലാം ലഭിക്കുന്നതിന് എന്ത് വേണം? നമുക്ക് എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് വിദ്യാർത്ഥികൾക്ക് വേണം. വിവിധ തരം അക്കൗണ്ടുകളും നിക്ഷേപങ്ങളെയും കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു ടീച്ചറും കുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. ആകാശ്: ടീച്ചർ, റിയയുടെ പാസ്ബുക്കിൽ റിയയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, എന്നാൽ എൻ്റെ പാസ്ബുക്കിൽ എൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടല്ലോ, അതെന്താ? ടീച്ചർ: ആകാശ്, അത് രണ്ടും 2 തരം അക്കൗണ്ടുകളാണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടുകൾ? എങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ ഉണ്ട്? 3 തരം അക്കൗണ്ടുകളുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ അക്കൗണ്ട്, വ്യക്തിഗത അക്കൗണ്ട് ഉണ്ട്. ജോയിൻ്റ് അക്കൗണ്ട്, അതായത് സംയുക്ത അക്കൗണ്ട് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ, സ്ഥാപന അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുണ്ട്? വ്യക്തിഗതം, ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ട്.
ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ട്, ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്, വ്യക്തിഗത അക്കൗണ്ട്, സംയുക്ത അക്കൗണ്ട്, സ്ഥാപന അക്കൗണ്ട്. എന്താണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്നതാണ്. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായി ഇടപാട് നടത്താൻ കഴിയുകയുള്ളൂ. സംയുക്ത അക്കൗണ്ട് രണ്ടോ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്തം, ജോയിൻ്റ് ആയിട്ട് ചേർന്നെടുക്കുന്നത്, രണ്ടോ അതിലധികമോ പേര്. സ്ഥാപന അക്കൗണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങുന്നതാണ് സ്ഥാപന അക്കൗണ്ട്. സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നത്. സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കും, ആ ആളുടെ പേരിലല്ല, സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട്. അപ്പോൾ വ്യത്യസ്ത തരം അക്കൗണ്ടുകളാണ്, 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ. വ്യക്തിഗത അക്കൗണ്ട്, എന്താണ് സംയുക്ത അക്കൗണ്ട്, സ്ഥാപന അക്കൗണ്ട്. ഇനി വ്യത്യസ്ത തരം നിക്ഷേപങ്ങളുണ്ട്. ഇവിടെ ഈ അക്കൗണ്ടുകളിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യസ്ത തരം നിക്ഷേപങ്ങളുണ്ട്. ഏതെല്ലാമാണെന്ന് നോക്കാം. സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. നമ്മൾ കാണാറുണ്ട് ATMലൊക്കെ കയറുമ്പോൾ സേവിങ്സിനാണോ കറണ്ട് അക്കൗണ്ടാണോ സേവിങ്സ് ആണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ നോക്കിക്കേ എന്താണ് അതെന്ന് നോക്കാം. സമ്പാദ്യ നിക്ഷേപം അതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ്. പ്രചലിത നിക്ഷേപം കറണ്ട് ഡെപ്പോസിറ്റ്. സ്ഥിര നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ്. ആവർത്തിത നിക്ഷേപം റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇനി ഇതെല്ലാം എന്താണെന്ന് നോക്കാം. സമ്പാദ്യ നിക്ഷേപം എന്താണ്? സമ്പാദ്യ നിക്ഷേപം സേവിങ്സ് ഡെപ്പോസിറ്റ്. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപം. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. അതായത് വ്യക്തിഗത അക്കൗണ്ട് ഉള്ളവർക്കും ഈ സമ്പാദ്യ നിക്ഷേപം തുടങ്ങാം, സംയുക്ത അക്കൗണ്ട് ഉള്ളവർക്കും സമ്പാദ്യ നിക്ഷേപം തുടങ്ങാം. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നു. ബാങ്ക് എങ്ങനെയാണെന്ന പലിശ? കുറഞ്ഞ നിരക്കിലാണ് പലിശ നൽകുന്നത്. എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം. എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. പണം എത്ര തവണ വേണമെങ്കിലും നിക്ഷേപിക്കാം, എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. ഒന്ന് നോക്കി. സമ്പാദ്യ നിക്ഷേപം എന്നാണ് അത് പറയുന്നത്. സമ്പാദ്യശീലം വളർത്തുക. ഉദ്ദേശം എന്താണ്? വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുക. അത് വ്യക്തിഗതവുമാകാം, ജോയിൻ്റ് അക്കൗണ്ട് ഉള്ളവർക്കും ആരംഭിക്കാം. കുറഞ്ഞ പലിശയാണ്, കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നുണ്ട്. പണം എത്ര തവണ വേണമെങ്കിലും നിക്ഷേപിക്കാം, പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അതാണ് സമ്പാദ്യ നിക്ഷേപം. എന്താണ് പ്രചലിത നിക്ഷേപം എന്ന് നോക്കാം. എന്താണ്? വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണിത്. വ്യാപാരികൾക്കും വ്യവസായികൾക്കും വേണ്ടിയുള്ളതാണ് എന്ത്? പ്രചലിത നിക്ഷേപം, കറണ്ട് ഡെപ്പോസിറ്റ്. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളേ ഇല്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല. അപ്പോൾ എന്താണ്? പലിശയില്ല. എത്ര തവണ എത്ര ഇടപാട് വേണമെങ്കിലും നടത്താം, എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം, എത്ര തവണ വേണമെങ്കിലും പിൻവലിക്കാം. അതിനൊന്നും നിയന്ത്രണമില്ല, പലിശ നൽകുന്നതല്ല. അപ്പോൾ വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ത്? പ്രചലിത നിക്ഷേപം, കറണ്ട് ഡെപ്പോസിറ്റ്. ഇനി നോക്കൂ, സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയും. FD ഒറ്റത്തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപം. അതായത് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട്, അത് എന്തെങ്കിലും ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒറ്റത്തവണ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. അത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നു. ആ ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും? പിൻവലിക്കാൻ സാധിക്കും. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകും. ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൂടുതൽ പലിശ നൽകുന്നു. ഇനി നോക്കിക്കേ, അടുത്തത് ആവർത്തിത നിക്ഷേപം. ഇതും ഈ സ്ഥിര ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അതിൻ്റെ മറ്റൊരു രൂപമാണെന്നാണ് പറയുന്നത്. അതായത് സ്ഥിര നിക്ഷേപത്തിൻ്റെ മറ്റൊരു രൂപമാണ് ആവർത്തിത നിക്ഷേപം. എന്താണ്? ഒരു പ്രത്യേക കാലയളവിലേക്ക്, അതായത് ഒരു കുറച്ച് കാലത്തിന് ശേഷം എനിക്ക് കുറച്ച് പൈസ വേണം എന്നുദ്ദേശിച്ച് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ, അതായത് ദിവസത്തിലാകാം, ആഴ്ചയിലാകാം, അല്ലെങ്കിൽ മാസത്തിലാകാം, ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. പക്ഷേ എടുക്കുന്നത് എപ്പോഴാണ്? കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് തുക പിൻവലിക്കുന്നുള്ളൂ. അപ്പോൾ കാലാവധി ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് അതെനിക്ക് എടുക്കേണ്ടത്. അതെടുക്കുന്നതിന് വേണ്ടി എന്താണ്? ഒരു ദിവസത്തിൽ കുറച്ച് പൈസ,
കൃത്യമായ ഇടവേളയായിരിക്കണം. ആഴ്ചയിൽ ഇടുന്നു, അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര തുക അങ്ങനെ ഇടുന്നു. അങ്ങനെ ഇട്ട് ഒരു കാലാവധി പൂർത്തിയാക്കിയ ശേഷം ആ തുക പിൻവലിക്കുന്നു. അപ്പോൾ സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടുതൽ പലിശയാണ് അതിന് ലഭിക്കുന്നത്. അതായത് കൃത്യമായ ഇടവേളകളിൽ കൊണ്ടിട്ടാൽ എന്താണ്, കൂടുതൽ പലിശയാണ് ലഭിക്കുന്നത്. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പലിശയുണ്ട്, അതിനേക്കാൾ കൂടുതൽ പലിശയാണ് എന്തിന്, ആവർത്തിത നിക്ഷേപത്തിന്. ആവർത്തിത നിക്ഷേപം ഓർത്തിരിക്കാൻ എളുപ്പമാണ്, ആവർത്തിച്ചിട്ടുന്ന ഓർത്താൽ മതി. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു, അതാണ് ആവർത്തിത നിക്ഷേപം. അതിന് പലിശ കൂടുതലാണ്. ഇനി നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പൂരിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാം. നിക്ഷേപങ്ങൾ. സമ്പാദ്യ നിക്ഷേപത്തിന് കാലയളവ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സമ്പാദ്യ നിക്ഷേപത്തിന് കാലയളവുണ്ടോ? ഇല്ല, ബാധകമല്ല. എത്രയാണെങ്കിലും കുഴപ്പമില്ല. പലിശ എങ്ങനെയാണ്? കുറഞ്ഞ നിരക്കിലാണ് പലിശ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക്. പിൻവലിക്കൽ നിയന്ത്രണങ്ങളുണ്ട്. ഇടാൻ കുഴപ്പമില്ല, പക്ഷേ പിൻവലിക്കാൻ എന്തുണ്ട്, അവർ നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഡെപ്പോസിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതെന്താണ്, അതിന് കാലയളവുണ്ടോ? കാലയളവ് ബാധകമല്ല, എത്ര നാൾ വേണമെങ്കിലും ഇടാം. പലിശ എങ്ങനെയാണ്? പലിശ എന്ന് പറയുന്നത് ഇല്ല. കാരണം എന്താ, വ്യവസായികൾക്കും വ്യാപാരികൾക്കും വേണ്ടിയാന്ന് നമ്മൾ പറഞ്ഞു. എത്ര വേണമെങ്കിലും അവർ ഒരു ദിവസം തന്നെ ഒരുപാട് ഇടപാടുകൾ നടത്തും, ഒരുപാട് തവണ പിൻവലിക്കും, ഒരുപാട് തവണ ഇടും, അങ്ങനെയുള്ളൊരു അക്കൗണ്ടാണ്. അപ്പോൾ അതിന് പലിശയില്ല. നിയന്ത്രണമുണ്ടോ? നിയന്ത്രണങ്ങളും ഇല്ല. പിൻവലിക്കാൻ നിയന്ത്രണങ്ങളുണ്ടോ? പിൻവലിക്കാൻ നിയന്ത്രണങ്ങളില്ല. അടുത്തതാണ് കാലയളവ് ബാധകമാണ്. കാലാവധിക്ക് ശേഷം മാത്രമാണ് പിൻവലിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് നമ്മൾ 2 പഠിച്ചായിരുന്നു. ഏതാണ് പഠിച്ചത്? സ്ഥിര നിക്ഷേപവും ആവർത്തിത നിക്ഷേപവും അങ്ങനെയുള്ളതാണ്. സ്ഥിര നിക്ഷേപം ബാധകമാണ്. കാലയളവ് ബാധകമാണ് സ്ഥിര നിക്ഷേപത്തിന്. ഒരു ഇന്ന കാലയളവിന് ശേഷം പിൻവലിക്കാൻ പറ്റുള്ളൂ, അതിനു മുമ്പ് ചെന്ന് ചോദിച്ചാൽ അവർ തരില്ല. അപ്പോൾ കാലയളവ് ബാധകമാണ്. പലിശ എങ്ങനെയാണ്? ഉയർന്ന പലിശയാണ് നൽകുന്നത്. ഉയർന്ന പലിശയാണ് സ്ഥിര നിക്ഷേപത്തിന് നൽകുന്നത്. പിൻവലിക്കൽ എങ്ങനെയാണ്? കാലാവധിക്ക് ശേഷം മാത്രമാണ് പിൻവലിച്ചെടുക്കാൻ സ്ഥിര നിക്ഷേപത്തിന് പറ്റുള്ളൂ. അതുപോലത്തെ തന്നെ സ്ഥിര നിക്ഷേപമാണ് ആവർത്തിത നിക്ഷേപം. അതും എന്താണ്? കാലയളവ് ബാധകമാണ്. പലിശ സ്ഥിര നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ, ഉയർന്ന പലിശയാണ് നൽകുന്നത്. പിൻവലിക്കൽ എങ്ങനെയാണ്? കാലാവധിക്ക് ശേഷം മാത്രമാണ് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ചെറുതായിട്ട് ഓർത്തിരിക്കുക, പഠിച്ചു വയ്ക്കുക. അടുത്ത നോക്കിയേ, സമ്മാനമായും പോക്കറ്റ് മണിയായും ലഭിക്കുന്ന പണം നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? സ്വരുക്കൂട്ടി വെച്ചാൽ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലേ? സമ്പാദ്യശീലം വളർത്തുന്നതിന് സ്കൂളിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ഇവിടെ നോക്കാം, ഒരു കോളം കൊടുത്തിട്ടുണ്ട്. 1970കളുടെ തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയാണ് സഞ്ജയിക. ഇപ്പോൾ സ്റ്റുഡൻറ് സേവിങ് സ്കീം എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. എന്താണ് സഞ്ജയിക എന്നത്? 1970 കുട്ടികൾക്കൊരു സമ്പാദ്യശീലം വളർത്താൻ വേണ്ടി തുടങ്ങിയ ഒരു സമ്പാദ്യ പദ്ധതിയാണ്. 70 തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ അത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സ്റ്റുഡൻസ് സേവിങ്സ് സ്കീം എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്കിങ് പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും വേണ്ടി രൂപപ്പെടുത്തിയതാണിത്. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്ക് ലഭിക്കും. ഇനി വിവിധ തരം ബാങ്കുകളുണ്ട് അല്ലേ? നമുക്കറിയാം, നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ വിവിധ തരം ബാങ്കുകളുണ്ട്. എന്തെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, SBI, കേരള ബാങ്ക്, ഇതെല്ലാം എന്താണ്? വിവിധ തരം ബാങ്കുകളാണ്. വേറെ ഏതൊക്കെ ബാങ്ക് ഉണ്ട്? പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതെല്ലാം വിവിധ തരത്തിലുള്ള ബാങ്കുകളാണ്. നോക്കിക്കേ, ബാങ്കുകളിൽ തന്നെ ടൈപ്പുകളുണ്ട്. എങ്ങനെയാണ് ബാങ്കിനെ തിരിച്ചിരിക്കുന്നത്? വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്. 3 തരത്തിൽ ബാങ്കിനെ തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്. എന്താണ് വാണിജ്യ ബാങ്ക് എന്ന് നോക്കാം. വാണിജ്യ ബാങ്ക് ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. നിക്ഷേപം സ്വീകരിക്കൽ, വായ്പ നൽകൽ, ലോക്കർ സൗകര്യം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നീ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം ഉണ്ട്? നിക്ഷേപം സ്വീകരിക്കും, വായ്പ നൽകും, ലോക്കർ സൗകര്യമുണ്ട്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉണ്ട്, ഓൺലൈൻ ബാങ്കിങ്ങും ഉണ്ട്.
വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളെന്നും എന്തെന്ന് വിളിക്കാം? പൊതുമേഖലാ ബാങ്കുകൾ എന്ന് വിളിക്കുന്നു. സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകൾ എന്നും സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക്. പൊതുമേഖലാ ബാങ്കും ഉണ്ട്, സ്വകാര്യ മേഖലയുണ്ട്. അതിൽ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് എന്ത് SBI എന്ന് പറയുന്നത്. ഇനി എന്താ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളും എന്ന് നോക്കാം. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ. എന്താണ് സർക്കാർ ഉടമസ്ഥതയിലുള്ളത്? യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, ഇത് രണ്ടും എന്താണ്? സർക്കാർ ഉടമസ്ഥയിലാണ്. യൂണിയൻ ബാങ്കും കാനറ ബാങ്കും അത് പൊതുമേഖലാ ബാങ്കാണ്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്നതാണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ. ഈ ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. എന്താണ് ഈ സ്വകാര്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണോ അല്ല എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരാം. അവർ സ്വകാര്യ ബാങ്ക് ആണല്ലോ എന്ന് കരുതിയിട്ട് അത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ല എന്ന് പറയരുത്. സ്വകാര്യ ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. എക്സാമ്പിളാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. സ്വകാര്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. അടുത്തതാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. അപ്പോൾ ആർക്കാണ് സഹകരണ ബാങ്കുകൾ കൊണ്ട് ഗുണം? കർഷകർക്ക്, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായികൾക്കെല്ലാം കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് കടം കൊടുക്കുന്നു, വായ്പ നൽകുന്നു. അതിനാണ് സഹകരണ ബാങ്കുകൾ. സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ ഇടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാട്ടോ. സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക. ഇത്രയെല്ലാം എന്താണ്? സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യങ്ങളാണ്. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലൊരു ബാങ്കാണ്. കേരള ബാങ്ക്, കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് ഒരു സഹകരണ ബാങ്കാണ്. ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്കുകൾ എന്നും വിളിക്കുന്നു. അപ്പോൾ റൂറൽ സഹകരണ ബാങ്കും ഉണ്ട്, അർബൻ സഹകരണ ബാങ്കുകളും ഉണ്ട്. ഗ്രാമങ്ങളിൽ റൂറൽ സഹകരണ ബാങ്ക്, നഗരപ്രദേശങ്ങളിൽ അർബൻ സഹകരണ ബാങ്കുകൾ. ഇനി എന്താണ് കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് എന്ന് പറയുന്നതെന്ന് നോക്കാം. കേരള സർക്കാർ രൂപീകരിച്ച ഒരു സഹകരണ ബാങ്കാണ് കേരള ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കും സംയോജിച്ച് ഫോം ചെയ്ത ബാങ്ക് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? കേരള ബാങ്ക്. കേരള ബാങ്കാണ് സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും യോജിപ്പിച്ച് ഫോം ചെയ്ത ബാങ്ക്. കേരള ബാങ്കാണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ആസ്ഥാനം ചോദിക്കാം. തിരുവനന്തപുരമാണ് ഇതിൻ്റെ ആസ്ഥാനം. തിരുവനന്തപുരം. അടുത്തത് വികസന ബാങ്ക്. അപ്പോൾ വാണിജ്യ ബാങ്ക് നമ്മൾ പറഞ്ഞു, പിന്നെ ഏതാണ് പറഞ്ഞത്? വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക് പറഞ്ഞു. ഇനി അടുത്ത ഒരു ബാങ്കാണ് വികസന ബാങ്കുകൾ. എന്താണ് വികസന ബാങ്ക്? വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് കേട്ടോ. ദീർഘകാല വായ്പകൾ, ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ദീർഘകാല വായ്പകൾ വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ നൽകുന്ന ബാങ്കാണ് വികസന ബാങ്ക്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക്, നബാർഡ്. അപ്പോൾ IFCIയും നബാർഡും ഏതിന് എക്സാമ്പിളാണ്? വികസന ബാങ്കാണ്. നബാർഡ് ഏത് ബാങ്കിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ വാണിജ്യ ബാങ്കാണോ, പൊതുമേഖലാ ബാങ്കാണോ, വികസന ബാങ്കാണോ എന്നൊക്കെ ചോദിക്കുക. ഏത് ബാങ്കാണ്?
നബാർഡ് എന്ന് പറയുന്നത് വികസന ബാങ്കാണ്. നബാർഡ് വികസനം, കാർഷികവുമായിട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാങ്കാണ്. അപ്പോൾ കർഷകർക്കൊക്കെ ഒരു ലോങ് ടൈം ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കാണ് നബാർഡ്. അതുകൊണ്ട് അതൊരു വികസന ബാങ്കാണ്. നബാർഡ് ഓർത്തിരുന്നോളണം, വികസന ബാങ്ക്. ബാങ്കിങ്, മാറുന്ന മുഖം. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള, നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. UPI, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM മെഷീൻ, സ്കാനർ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിങ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ബാങ്കുകൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ബാങ്കിൽ നേരിട്ട് പോയി ഇടപാടുകൾ നടത്തിയിരുന്ന കാലം മാറിയിരിക്കുന്നു. മൊബൈൽ ആപ്പുകൾ, ഇൻ്റർനെറ്റ് ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഇടപാടുകാർക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ അനായാസം ലഭ്യമാകുന്നു. കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ബാങ്കിംഗ് മാറിക്കഴിഞ്ഞു. എങ്ങനെയാണെന്ന് നോക്കാം. ATM എന്ന് പറഞ്ഞാൽ ഈ ഫുൾ നെയിം പഠിച്ചു വയ്ക്കുക. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല, എന്നാലും പഠിക്കുക. SCERT കിടക്കുന്നതുകൊണ്ട് സാധ്യത കൂടുതലാണ്. ATM എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനാണ് ATM. ഇനി CDM എന്ന് പറഞ്ഞാൽ ചോദിക്കാം, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. CDM. അപ്പോൾ ATMൻ്റെ ഇതൊക്കെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം CDM ക്യാഷ്, ക്യാഷ്, ഡെപ്പോസിറ്റ്, മെഷീൻ. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. സൗകര്യം ഉപയോഗിച്ച് ഏത് സമയത്ത് പണം നിക്ഷേപിക്കുവാനും സാധിക്കുന്നു. ഇനി UPI എന്താണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. UPI എന്താണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അതാണ് UPI. ഇമ്പോർട്ടൻ്റ്, നോക്കി വയ്ക്കുക. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനത്തിന് പറയുന്ന പേരാണ് UPI. ചോദിക്കാം, ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒറ്റ ആപ്ലിക്കേഷനിലൂടെ ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താണ്? UPI. ബാങ്കിലോ ATMലോ പോകാതെ പണമിടപാടുകൾ നടത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം. QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. അപ്പോൾ QR കോഡ് നമുക്കറിയാം, മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് പണമിടപാട് നടത്താം. അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച്, QR കോഡ് ഉപയോഗിച്ച്, ഇതെല്ലാം UPIയിൽ സാധ്യമാണ്. നമ്മുടെ ഗൂഗിൾ പേ, അതെല്ലാം UPIയിൽ വരുന്നതാണ്. അപ്പോൾ അത് QR കോഡ് ഉപയോഗിച്ച് ചെയ്യാം. മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് കൈമാറ്റം ചെയ്യാം. അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചും ഇടപാടുകൾ നടത്താൻ സാധിക്കും. അപ്പോൾ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് തന്നെയുള്ള നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കിലെ ആൾ തന്നെ ആകണമെന്നില്ല. അപ്പുറത്ത് പൈസ മേടിക്കാൻ നിൽക്കുന്ന ആൾ എന്നാവണമെന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളാകാം. അടുത്തത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പണമിടപാടുകൾ നടത്താൻ വേണ്ടി ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്. പണം കൈവശം കരുതണ്ട എന്നതാണ് ഇതിലൂടെ ഇടപാടുകാർക്ക് ലഭിക്കുന്ന സൗകര്യം. എന്നാൽ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായിട്ടാണ് നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ പലിശ ഈടാക്കും. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ആ പണം ആര് നൽകും? ബാങ്ക് നൽകും. നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പണം ലഭിക്കും. ബാങ്ക് നമുക്ക് പണം കടമായിട്ട് തരും. പക്ഷെ ഒരു സമയപരിധിക്കുള്ളിൽ അത് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ പലിശ ഈടാക്കും. അതാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡിനെ കുറിച്ച് പറയുന്നത്. കരുതലോടെ ബാങ്കിങ്. ലോൺ ആപ്പുകൾ ജാഗ്രത പാലിക്കണം. ഡിജിറ്റൽ അറസ്റ്റ്, ഓൺലൈൻ ട്രേഡിംഗ്, അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു, OTP കൈക്കലാക്കി, ഇങ്ങനെയുള്ള വാർത്തകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സൈബർ രംഗത്തെ തട്ടിപ്പുകളാണ്. ഇവ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ പറയുന്നുണ്ട്. ATM പിന്ന്, OTP എന്നിവ പങ്കുവയ്ക്കരുത്. സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കരുത്. അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കരുത്. ATM പിന്ന് ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക. അപ്പോൾ ഇതെല്ലാം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ വേണ്ടി ഉള്ളത്.
ഇനി അത് പരാതിപ്പെടുന്നതിന്, അങ്ങനെ ഒരു തട്ടിപ്പ് ഉണ്ടായാൽ പരാതിപ്പെടുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 1930 സൈബർ തട്ടിപ്പ് വിളിച്ചു പറയാനുള്ള നമ്പർ. എന്താണ്? 1930. If you are a victim of financial cyber fraud, dial helpline number 1930. If you are a victim, 1930 സൈബർ തട്ടിപ്പ് വിളിച്ചു പറയാം. അതോടുകൂടി നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക്സിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നത് വരെ ബായ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ തുടർ പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. ചിട്ടി കിട്ടിയ പണം മക്കളുടെ ഭാവി വിദ്യാഭ്യാസത്തിനായി ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന്. അതായത് കുറച്ച് പണം നമുക്ക് കിട്ടുന്നു, അത് മക്കളുടെ ഭാവി വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഏത് തരത്തിലുള്ള അക്കൗണ്ട്, ഏത് തരത്തിലുള്ള നിക്ഷേപമാണെന്നാണ്. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതല്ലേ, സ്ഥിര നിക്ഷേപമാണ്. മാസാമാസം ലഭിക്കുന്ന പെൻഷൻ തുക നിക്ഷേപിക്കുന്നു, ചെലവിനായി പണം പിൻവലിക്കുകയും ചെയ്യുന്നു. അതെന്താണ്? അത് സമ്പാദ്യ നിക്ഷേപമാണ്. കുറച്ച് പൈസ എന്താണ് മാസം മാസം കൊണ്ടുവന്ന് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇടുന്നു, നമുക്കത് ചെലവിന് വേണ്ടി പിൻവലിക്കാനും പറ്റുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. കച്ചവടത്തിലൂടെ ദിവസേന ലഭിക്കുന്ന വരുമാനം നിക്ഷേപിക്കുക. കച്ചവടം, വ്യാപാരി, വ്യവസായി ഒക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് നമ്മൾ പറഞ്ഞു. കച്ചവടത്തിലൂടെ ദിവസേന ലഭിക്കുന്ന വരുമാനം നിക്ഷേപിക്കുന്നതിനും ആവശ്യാനുസരണം പിൻവലിക്കുന്നതിനും. അതേതാണ്? കറന്റ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ മാസവും നിശ്ചിത ഇടവേളകളിൽ നിശ്ചിത തുക നിക്ഷേപിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ, ആഴ്ചയിൽ മുമ്പിൽ ഒരു കാലാവധി കഴിഞ്ഞിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിടുന്നത്, അതിനെന്തെന്ന് പറയുന്നു? ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ.